ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അതിനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതിട്ട് വീണ്ടും നന്നായി വഴറ്റുക. ഈ മീൻകറി 2-3 ദിവസത്തേക്ക് വെച്ചേക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ചെറിയുള്ളിയും മല്ലിപ്പൊടിയും ഒഴിവാക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കരിവേപ്പില കൂടി ഇടുക. കരിവേപ്പില 2 തണ്ട് തന്നെ വേണമെന്നില്ല, അതിൽ കൂടുതലായും ഉപയോഗിക്കാം. കരിവേപ്പില കൂടുന്നതനുസരിച്ച് കറിക്ക് രുചിയും മണവും കൂടി വരും. ഈ കൂട്ട് നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാദാ മുളക് പൊടിയാണ്. ഞങ്ങൾ കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാവും. ഈ കൂട്ടിലേക്ക് കുടംപുളി ചേർത്ത വെള്ളവും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. എണ്ണ തെളിയുന്നിടം വരെ വഴറ്റണം. അതാണ് അതിൻ്റെ പാകം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ പുളിയാണ്. 2 കിലോ പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ വേറുള്ള പുളിയാണ് ചേർക്കുന്നതെങ്കിൽ പുളി കൂടി പോകുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കറി തിളയ്ക്കുന്ന സമയത്ത് കറിയിൽ നിന്ന് ആ പുളി എടുത്ത് മാറ്റിയാൽ മതിയാവും. തിള വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് കൂട്ടിൻ്റെ അളവും മാറ്റേണ്ടതാണ്. ഉപ്പ് ചേർത്ത് നന്നായി തിള വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കഷ്ണങ്ങൾ നന്നായി മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കൂട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നമ്മളുടെ മീൻകറിയുടെ കൂട്ട് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ള വറ്റയാണ്. ഈ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. അടച്ചു വെച്ച് 8 മിനിറ്റിന് ശേഷം വേവ് പാകമായോ എന്ന് തുറന്നു നോക്കുക. വേവ് പാകമായാൽ തീ ഓഫ് ചെയ്യുക. നമ്മുടെ കോട്ടയം മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ നാടൻ രുചികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.